വരുന്ന ടോപ്പിക്കാണ് സർഫസ് ഇൻറ്റഗ്രൽ. ഓക്കെ, അതിൽ സർഫസ് ഇൻറ്റഗ്രൽ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിനു മുമ്പ് സർഫസ് ഏരിയ. സാധാരണ നമ്മളൊരു എക്സ് വൈ പ്ലെയിനിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കർവിന്റെ ലെങ്ത് ഡിഫൈൻ ചെയ്യാറുള്ളത്? എക്സ് വൈ. ഓക്കെ, ഇതാണ് നമ്മുടെ y is equal to f of x എന്നുള്ള കർവ് അല്ലേ. അപ്പൊ ഇതിന്റെ ആർക്ക് ലെങ്ത്, ഈ ഒരു ആർക്കിന്റെ ലെങ്ത് x equal to a2 from x equal to b നമുക്ക് ഇന്റഗ്രൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? L is equal to L നോ S എന്തെങ്കിലും ഡിഫൈൻ ചെയ്യാം. L is equal to ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ a to b root of dx by dx all square plus dy by dx all square that is equal to എങ്ങനെ എഴുതാം? into dx എന്ന് വരും അല്ലേ. ഈക്വൽ ടു എന്ത് എഴുതാം? ഇന്റഗ്രൽ a to b dx by dx എന്ന് പറഞ്ഞാൽ 1 വരെ 1 plus dy by dx all square എങ്ങനെ എഴുതാം? ഈക്വൽ ടു ഇന്റഗ്രൽ a to b root of 1 plus dy by dx all square dx അല്ലേ. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ കർവിന്റെ ലെങ്ത് കാണാനുള്ളത് നമുക്കറിയാം. പക്ഷെ അതന്നെ നമ്മൾ സ്പേസിലേക്ക് കൊണ്ടുവരാം അല്ലേ, 3 ഡയമെൻഷനിലേക്ക് കൊണ്ടുവരാം. എക്സ് വൈ പ്ലെയിൻ അല്ലാതെ 3D കൊണ്ടുവരിക. അപ്പോൾ എക്സ് വൈ സെഡ് കൂടെ വരും അല്ലേ. അത്തരത്തിലുള്ള കേസിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അവിടെ അപ്പോൾ ലെങ്ത് ആവില്ല വരിക, പകരം എന്തായിരിക്കും? അതിന്റെ ഏരിയ ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്കൊരു കർവ്, നമ്മളൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏരിയ ആയിരിക്കും നമ്മൾ വരിക. അപ്പൊ ആ ഏരിയ, സർഫസ് ഏരിയ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് a of s is equal to s എന്നുള്ളതായിരിക്കും അവിടെയുള്ള സർഫസ് അല്ലേ. For definitions നോക്ക്. സർഫസ് ഏരിയ let f be a function for which the first partial derivative fx and fy are continuous on closed region R, then the area of the surface over R is given by a of s is equal to double integral over R root of 1 plus fx of xy whole square plus fy of xy whole square dA എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കിനി പ്രോബ്ലം ഒക്കെ തരിക 3 ഡയമെൻഷനിലായിരിക്കും പിക്ചർ ഉണ്ടായിരിക്കുക. നമ്മൾ വരച്ചു കഴിയുമ്പോൾ നമുക്ക് 3 ഡയമെൻഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ പ്ലെയിനിൽ വരച്ചപ്പോഴും കർവിന്റെ ലെങ്ത് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്, അതായത് സിംഗിൾ ഇന്റഗ്രേഷൻ ആയിരുന്നു. പക്ഷെ ഇവിടെ നമ്മളൊരു 3 ഡയമെൻഷണൽ സ്പേസിൽ വരക്കുമ്പോൾ അവിടെ നമുക്ക് എന്തായാലും എക്സ് വൈ സെഡ് എന്നുള്ള 3 ആക്സിസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അവിടെ എങ്ങനെ പറയാം? അവിടെ നമ്മൾ 3 ഡയമെൻഷനിൽ ഒരു പിക്ചർ നമ്മൾ ഈ ഒരു കേസിൽ ചെയ്യുന്നത്, സർഫസ് ഇന്റഗ്രൽ എന്നുള്ള കേസിൽ ഇനി കംപ്ലീറ്റ് ചെയ്തു പോകുന്നത് 3Dയിലുള്ള ഒരു പിക്ചറിനെ നമ്മൾ എന്താക്കുകയാണ്? 2 ഡയമെൻഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ചെയ്യുക. അതായത് ഇപ്പോൾ 3 ഡയമെൻഷനിൽ ഇപ്പോൾ എക്സ് വൈ സെഡ് എന്നുള്ള ഈ ഒരു 3Dയിലുള്ള ഒരു പിക്ചർ, സപ്പോസ് ഇങ്ങനെ ഒരു പിക്ചർ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യാം? 2 ഡയമെൻഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? 2 ഡയമെൻഷനിൽ വെച്ചിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇനി ചെയ്യുന്നത്. അപ്പൊ ഇത്രയും നമ്മൾ മനസ്സിലാക്കുക. എ ഓഫ് എസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ, സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ root of 1 plus fx of xy whole square plus fy of xy whole square dA എന്ന്. അവിടെ നമുക്ക് കിട്ടുന്ന റീജിയൻ ഉണ്ട്. ആ റീജിയനിൽ എഫ് എക്സും അതുപോലെ തന്നെ എഫ് വൈ, അതായത് ഫംഗ്ഷന്റെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സിലും വൈയിലും എന്തായിരിക്കണം? ആ ഒരു റീജിയനകത്ത് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആയിരിക്കും. പ്രോബ്ലം നോക്കാം. ഇപ്പൊ പ്രോബ്ലം നോക്ക്. ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദാറ്റ് പോർഷൻ of the plane 2x plus 3y plus 4z is equal to 12 that is bounded by the coordinate planes in the first octant. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് സർഫസ് ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഈ പ്ലെയിനിന്റെ 2x plus 3y plus 4z is equal to 12, അതെന്താണ്? പ്ലെയിൻ is bounded by the coordinate planes in the first octant. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പ്ലെയിൻ, അതായത് 2x plus 3y plus 4z is equal to 12, ഈ ഒരു പ്ലെയിൻ എക്സ് ആക്സിസിനെ ഏത് പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ വൈ ആക്സിസിനെ സെഡ് ആക്സിസിനെ ഒക്കെ ഈ ഒരു പ്ലെയിൻ ഏത് പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ പിക്ചർ വരയ്ക്കുക ചെയ്യുക. അപ്പോൾ എന്നിട്ട് നമ്മൾ അത് 3 ഡയമെൻഷനിലുള്ള ഒരു പിക്ചർ ആണെന്നുണ്ടെങ്കിൽ അതിനെ 2Dയിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ട് അവിടെയുള്ള ഡബിൾ ഇന്റഗ്രലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഇത് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കൊടുത്താൽ മതി? ഇപ്പോൾ y and z is equal to 0 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2x equal to 12, then x equal to എന്ത് കിട്ടും? 6. അപ്പോൾ 6 0 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു 2x plus 3y plus 4z is equal to 12 എന്നുള്ള ഈ ഒരു പ്ലെയിൻ എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലൂടെയാണ്. ദെൻ നമുക്ക് എന്ത് കൊടുക്കാം? x equal to z is equal to 0. അപ്പൊ എന്ത് കിട്ടും? y കിട്ടും അല്ലേ. that is 3y is equal to 12 which implies y is equal to 4 എന്ന് കിട്ടും. അതായത് 0 4 0 ഈ ഒരു പോയിന്റിലൂടെയാണ് വൈ ആക്സിസിനെ മീറ്റ് ചെയ്യുന്നത്. ഇനി എന്ത് കൊടുക്കുക? എക്സിനും വൈനും 0 കൊടുക്കുക. എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു 0. അപ്പൊ സെറ്റ് എന്ത് വരും? 4z is equal to 12 which implies z is equal to 3 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 0 0 3. അപ്പോൾ 6 0 0
അതുപോലെ തന്നെ 0, 4, 0 ആൻഡ് 0, 0, 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് തന്നിട്ടുള്ള പോർഷൻ അല്ലേ, ഈ സർഫസ് ഏരിയ ഓഫ് ദാറ്റ് പോർഷൻ എന്നാവില്ല. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പോർഷൻ എന്താന്ന് കിട്ടും? ഒരു ട്രയാങ്കിൾ ആണ് കിട്ടും വിത്ത് വെർട്ടിസസ് 6, 0, 0, 0, 4, 0 ആൻഡ് 0, 0, 3. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളതൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ എങ്ങനെയായിരിക്കും പിക്ചർ വരിക? ഓക്കെ, നമ്മൾ എക്സ്, വൈ, സെഡ് എന്നുള്ള ആക്സിസ് വരച്ചിട്ട് അതിലെന്ത് ചെയ്യാണ്? ഒരു ട്രയാങ്കിൾ ആണ് നമുക്ക് കിട്ടിയത് അല്ലേ. അത് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്നത് 6, 0, 0 എന്നുള്ള പോയിന്റിലും അതുപോലെ തന്നെ വൈ ആക്സിസിനെ 0, 4, 0 ആൻഡ് സെഡിനെ 0, 0, 3 ഒരു പോയിന്റിൽ 3 പോയിന്റിലുമാണ് ഇതെന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്ലെയിൻ അല്ലേ, ഈ ഒരു പ്ലെയിൻ ഇതിനെ മീറ്റ് ചെയ്യുന്നത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്? ആ പോർഷൻ എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇത് എക്സ്, വൈ, സെഡിലാണ് അല്ലേ. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഈ 3 ഡയമെൻഷണൽ പിക്ചറിനെ നമ്മൾ എന്ത് ചെയ്യുക? 2Dയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഓക്കെ, 2Dയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് എന്ത്? എക്സ്, വൈ പ്ലെയിനിൽ മാത്രമാക്കി കൊണ്ടുവരണം. എക്സ്, വൈ പ്ലെയിനിൽ മാത്രമാക്കി കൊണ്ടുവരിക പറഞ്ഞാൽ ഈ ഒരു റീജിയൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് എക്സ് ആണ്, ഇത് വൈ ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു റീജിയൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതെന്താണ്? ഇത് വീണ്ടും ഒരു ട്രയാങ്കിൾ ആയിരിക്കും വിത്ത് വെർട്ടിസസ് 0, 0, 0, 0, 0 ആൻഡ് 6, 0, 4, 0. ഓക്കെ, അപ്പോൾ ഇതാണ് റീജിയൻ വരുന്നത്. നമ്മൾ എക്സ്, വൈ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഒരു പിക്ചറിന് നമ്മൾ എന്ത് ചെയ്യും? എക്സ്, വൈ പ്ലെയിനിലേക്കാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് എക്സ്, വൈ പ്ലെയിൻ വരുന്നത്. അപ്പോൾ ഇത് എക്സ്, വൈ പ്ലെയിനിൽ നമ്മൾ വരയ്ക്കുമ്പോൾ എന്തായിരിക്കും? എക്സ്, വൈ പ്ലെയിനിലാകുമ്പോൾ പ്ലെയിൻ ഇതാണ് എക്സ്, വൈ പ്ലെയിനിൽ ഫസ്റ്റ് ഏതാ വരുന്നത്? 6, 0 അല്ലേ. 6, 0 എന്ന് പറയുമ്പോൾ 6, 0, ദെൻ 0, 4 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും അല്ലേ. അതായത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണ് ഇത് വരുന്നത്. ഒരു ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ റീജിയൻ. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഈ പ്രൊജക്ട് ചെയ്ത ഈ റീജിയൻ ഏതാണ്? ഇങ്ങനെ ആയിരിക്കും. ചെയ്താൽ മതി. ഈ ഒരു റീജിയനിൽ ഡബിൾ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പോളാർ കോർഡിനേറ്റിനേക്കാളും ഈസി ഏതാണ്? റെക്ടാങ്കുലർ കോർഡിനേറ്റ് യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഡബിൾ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ പറഞ്ഞത്? A of s is equal to double integral over r root of 1 plus fx of xy whole square plus fy of xy whole square dx അല്ലേ. അപ്പോൾ അത് വെച്ച് നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത് അല്ലേ. എക്സ്, വൈ പ്ലെയിൻ 6, 0 ആൻഡ് 0, 4. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടിയത്. ഇത് അപ്പോൾ ഇത് ഏതായിരിക്കും? 2x plus 3y equal to 12 എന്നുള്ള ലൈൻ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ റീജിയൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇപ്പോൾ ഈ റീജിയൻ ഈസ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ ലൈൻസ് x equal to 0, y is equal to 0 ആൻഡ് 2x plus 3y equal to 12 അല്ലേ. അപ്പോൾ നമുക്ക് സാധാരണ ഡബിൾ ഇന്റഗ്രേഷൻ പോലെ ആയി അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിലെ എക്സിൻ്റെയും വൈൻ്റെയും ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അല്ലേ. നമുക്ക് ഇവിടെ വെർട്ടിക്കലോ ഹൊറിസോണ്ടലോ ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യാം? എക്സിൻ്റെയും വൈൻ്റെയും ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ ലിമിറ്റ് എവിടുന്നാണ്? ഈ ഒരു റീജിയൻ കംപ്ലീറ്റ് കവർ ചെയ്യുന്നത് x 0 to 6 വരെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എക്സിന്റെ ലിമിറ്റ് കിട്ടും 0 less than or equal to x less than or equal to 6 ആണ്. അതുപോലെ വൈന്റെ ലിമിറ്റ് എന്താ വരിക? y എന്ന് പറഞ്ഞാൽ 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 0 less than or equal to y less than or equal to ഇവിടെയാണ് y വരുന്നത്. ഓക്കെ, ഈ ഒരു കർവിലൂടെയാണ് ഈ ഒരു റീജിയൻ ലീവ് ചെയ്ത് പോകുന്നത്. y is equal to 0യിലൂടെ എൻട്രി ചെയ്യുന്നു. അതുപോലെ തന്നെ y is equal to ഇവിടെ നമുക്ക് y എന്ത് എഴുതാം? 3y is equal to 12 minus 2x എഴുതാം. അതായത് y എന്ത് എഴുതാം? 12 minus 2x divided by 3 അതായത് equal to 4 minus 2 by 3x വരും അല്ലേ. അപ്പോൾ നമുക്ക് y varies from എന്ത് കിട്ടും? 4 minus 2 by 3x. അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും ലിമിറ്റ് കിട്ടി. ഇനി നമ്മൾ a of s കാൽക്കുലേറ്റ് ചെയ്യാം. a of s is equal to double integral over r root of 1 plus fx of xy whole square plus fy of xy whole square d. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? fx of xyയും fy of xyയും കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എന്താ വരിക നോക്കാം. ഇവിടെ f of xy എന്താ വരുന്നത്? നമുക്കറിയാം z is equal to f of xy ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് എഴുതാം? ഇവിടെ 4z ആണ് അല്ലേ. ഇത് നമുക്ക് ഇതിനങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? 4z is equal to 12 minus 2x minus 3y എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് z എന്താ എഴുതാം? z എന്ന് പറഞ്ഞാൽ 12 by 4 minus 2 by 4 x minus 3 by 4 y എന്ന് എഴുതാം അല്ലേ. അതായത് എന്ത് എഴുതാം? 3 minus 1 by 4 into 2x plus 3y എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് z അല്ലേ. z പറഞ്ഞാൽ f of xy. അപ്പോൾ നമുക്ക് f of xy കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിനെ fx of xy ആദ്യം എന്ത് ചെയ്യുക? ആദ്യം ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ആദ്യം ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? minus 1 by 4 into 2x അല്ലേ. അപ്പോൾ അതായത് എന്ത് വരും? 2 by 4 minus 2 by 4 എന്ന് വരും. ദാറ്റ് ഈസ് minus 1 by 2 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് fy of xy. fy of xy എന്ന് പറഞ്ഞാൽ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? minus 1 by 4 ഉണ്ട്, 3y ഉണ്ട്. അപ്പോൾ എന്ത് വരും? minus 3 by 4.
ഓക്കെ, അപ്പോൾ എഫ് എക്സും കിട്ടി എഫ് വൈയും കിട്ടി. ഇനി എ ഓഫ് എസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സുഖമല്ലേ. അപ്പോൾ നമുക്ക് എഫ് എക്സ് കിട്ടി, എഫ് വൈ കിട്ടി, ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് എങ്ങനെയാണ് ചേഞ്ച് വരുന്നതെന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ എക്സ് വാരീസ് ഫ്രം 0 to 6 and y varies from 0 4 minus 2/3 x and fx കിട്ടി. fx of xy എന്താ കിട്ടിയത് നമുക്ക്, fx of xy equal to -1/2 and fy of xy equal to -3/4. പിന്നെ നമുക്ക് എന്ത് എഴുതാം, a of s ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ r റൂട്ട് ഓഫ് 1 പ്ലസ് fx of xy ഹോൾ സ്ക്വയർ പ്ലസ് fy of xy ഹോൾ സ്ക്വയർ dA അല്ലേ. നമുക്ക് ഇതിൽ കൊടുക്കുമ്പോൾ എന്തൊരു ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 6 ഇന്റഗ്രൽ 0 to നെക്സ്റ്റ് എന്താ പിന്നെ 4 minus 2/3x ഇതിൽ എന്തുവരും റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സ് എന്താ കിട്ടി ഹോൾ സ്ക്വയർ പ്ലസ് -3/4 ഹോൾ സ്ക്വയർ dy dx അല്ലേ. ഡി എന്ന് പറഞ്ഞാൽ dy dx ആയിരിക്കും. അപ്പോൾ ഈക്വൽ ടു ഇത് ചെയ്ത് കഴിയുമ്പോൾ റൂട്ട് 29/4 എന്നാണ് വരുന്നത്. കാൽക്കുലേറ്റർ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. റൂട്ട് 29/4 എന്നാണ്. അപ്പോൾ അത് ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ. അതിന് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. റൂട്ട് 29/4 ഇന്റഗ്രൽ 0 to 6. ദെൻ ഇവിടെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, dy dx മാത്രമേ വരുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, y എന്ന് വരും അല്ലേ. y 0 4 minus 2/3x എന്ന് വരും. ഈക്വൽ ടു എന്താ എഴുതാം, റൂട്ട് 29/4 ഇൻറ്റു ഇന്റഗ്രൽ 0 to 6 ആദ്യം എന്ത് വരും 4 minus 2/3x അല്ലേ, dx എന്ന് വരും. ഇനി എന്ത് ചെയ്യുക, എക്സിൽ ഇതിനെ നമ്മൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഈക്വൽ ടു ഇവിടെ എന്ത് വരും, റൂട്ട് 29/4 പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലേ. അതപ്പോൾ എന്ത് വരും 4x minus 2/3x²/2 എന്ന് വരും. 4x minus 2/3x²/2 എന്നുണ്ടായിരിക്കും. ആ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. ഇത് 0 to 6 ആണ് വരുന്നത്. ഓക്കെ, റൂട്ട് 29/4 ആദ്യം 6 കൊടുക്കുക അല്ലേ. 4 into 6 minus 1/3 x²/3 എന്നായിരിക്കും. അതായത് ഒരു 6²/3 വരും. ഓക്കെ, ഈക്വൽ ടു റൂട്ട് 29/4 ഇൻറ്റു 24 minus 12 വരും. ഓക്കെ, ഈക്വൽ ടു റൂട്ട് 29 ഇൻറ്റു ഇവിടെ എന്ത് വരും, 24 minus 12 എന്ന് പറഞ്ഞാൽ 12 അല്ലേ. 12/4 എന്ന് പറഞ്ഞാൽ 3 വരും. അതായത് റൂട്ട് 29 ഇൻറ്റു 3 റൂട്ട് 29 എന്നാണ് വരുന്നത്. ഏരിയയാണ്. ഏരിയ ആകുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, സ്ക്വയർ യൂണിറ്റ് എന്ന് എഴുതാം അല്ലേ. സ്ക്വയർ യൂണിറ്റ്, ഇതാണ് ഏരിയ വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്, അത് നമുക്ക് തന്നിരുന്നത് ഒരു പ്ലെയിനിലുള്ള ഒരു ഇക്വേഷൻ ആയിരുന്നു. അതായത് 2x plus 3y plus 4z is equal to 12 ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിരുന്നു തന്നിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിന്ന് എന്ത് ചെയ്തു, ആദ്യം ഇത് എക്സ് ആക്സിസിനെയും അതുപോലെ തന്നെ വൈ ആക്സിസിനെയും സെഡ് ആക്സിസിനെയും മീറ്റ് ചെയ്യുന്ന പോയിന്റുകൾ കണ്ടെത്തി. അതിനുശേഷം അവിടെ ഒരു പിക്ചർ വരച്ചു. അപ്പോൾ നമുക്ക് അതൊരു എന്താന്ന് കിട്ടി, ട്രയാങ്കിൾ ആണ് വിത്ത് വേർട്ടിസസ് 6 0 0 0 0 3 and 0 4 0 അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് 2 ഡയമെൻഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് എന്താ കിട്ടി, ഈസ് ഓൾസോ എ ട്രയാങ്കിൾ വിത്ത് വേർട്ടിസസ് 0 0 0 0 4 0 and 6 0 0 അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടി. എന്നിട്ട് നമ്മൾ റീജിയൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മളത് പിന്നെ XY പ്ലെയിനിൽ വരച്ച് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, XY പ്ലെയിനിൽ നമ്മൾ അതിൻ്റെ ഗ്രാഫ് സ്കെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് അത് R എന്ന് പറഞ്ഞാൽ ഏതാ റീജിയൻ വരുന്നത്, R is the region bounded by the lines x equal to 0 and y is equal to 0. then 2x plus 3y equal to 12 അവിടെ സെറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇതൊരു ലൈൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ സാധാരണ നമുക്ക് ഡബിൾ ഇൻറ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എ ഓഫ് എസ് ഇതാണ് നമ്മുടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ഡബിൾ ഇൻറ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും നമുക്ക് എന്ത് വേണം, ലിമിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒന്നെങ്കിൽ ഹൊറിസോണ്ടൽ അതിലേക്ക് വെർട്ടിക്കൽ ലൈനോ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് കിട്ടും. അപ്പോൾ അതിന് ലിമിറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ കിട്ടി കഴിയുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ പോളാർ കോർഡിനേറ്റ്സിലാണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഏതാണ് നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ആ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് XY കോർഡിനേറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്ന്, അതായത് റെക്ടാങ്കുലർ കോർഡിനേറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ഈസി അല്ലേ. XY സർക്കിളൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പോളാർ കോർഡിനേറ്റിൽ യൂസ് ചെയ്യാം. അതായത് 2π റൊട്ടേഷൻ തീറ്റയും കിട്ടും, അതുപോലെ തന്നെ റേഡിയസും എന്തായാലും തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് സർക്കിളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യാം, പോളാർ കോർഡിനേറ്റിൽ യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ റെക്ടാങ്കുലർ കോർഡിനേറ്റ് ആണ് യൂസ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് പ്രോബ്ലം വരുന്നത് ഇതുപോലെ തന്നെയാണ്. അത് നമ്മൾ പോളാർ കോർഡിനേറ്റിൽ നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം നോക്ക്. ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദാറ്റ് പോർഷൻ ഓഫ് ദി സ്ഫിയർ x² plus y² plus z² equal to a² that is above the xy plane and within the cylinder x² plus y² equal to b².
ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സർഫസ് ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഏതാണ് പോർഷൻ എന്നുള്ളത്? ദാറ്റ് പോർഷൻ ഓഫ് ദ സ്ഫിയർ x square plus y square plus z square equal to a square that is above the xy plane and within the cylinder x square plus y square equal to b square. അപ്പോൾ നമുക്ക് ആദ്യം റീജിയൻ ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും പിക്ചർ. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് അല്ലേ? നോക്കാം. പോർഷൻ ഓഫ് ദ സ്ഫിയർ x square plus y square plus z square equal to a square. ഒരു സ്ഫിയറിന്റെ ഒരു പോർഷൻ ആണ് അല്ലേ, കംപ്ലീറ്റ് ആയിട്ടില്ല, ഒരു പോർഷൻ. ആൻഡ് ദാറ്റ് ഈസ് എബവ് ദ എക്സ് വൈ പ്ലെയിൻ, എക്സ് വൈ പ്ലെയിനിന്റെ മുകളിലായിട്ട്. അപ്പോൾ ഞാൻ എക്സ് വൈ പ്ലെയിനിന്റെ മുകളിലായിട്ട് ഒരു സ്ഫിയർ വരച്ചു. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള ഒരു സ്ഫിയർ വരച്ചു. ആൻഡ് വിത്ത് ഇൻ ദ സിലിണ്ടർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സിലിണ്ടറിന്റെ അകത്തായിട്ടും അല്ലേ. ആൻഡ് വിത്തിൻ ദ സിലിണ്ടർ എന്നാ പറയുന്നത്, വിത്തിൻ ദ സിലിണ്ടർ. ആൻഡ് വിത്തിൻ ദ സിലിണ്ടർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ. അപ്പോൾ ആ ഒരു സിലിണ്ടറിന്റെ അകത്തായിട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും പോർഷൻ വരിക. അപ്പോൾ ഇത് നമ്മൾ ഇനി എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യാറുമ്പോൾ എക്സ് വൈ പ്ലെയിനിൽ ഇത് എന്താണ്? ഒരു സർക്കിൾ അല്ലേ അല്ലേ? എക്സ് വൈ പ്ലെയിനിൽ നമ്മൾ ഇതിനെ പ്രൊജക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും വരിക? ഇത് എന്തായിരിക്കും? ഒരു സർക്കിൾ ആയിരിക്കും വിത്ത് സെന്റർ 0 ആൻഡ് റേഡിയസ് ബി അല്ലേ. അപ്പോൾ നമുക്ക് റേഡിയസ് 0 ആയിട്ടുള്ള ഒരു സർക്കിൾ ആയിട്ടാണ് ഇത് എന്ത് ചെയ്യുക? എക്സ് വൈ പ്ലെയിനിൽ അല്ലേ. ഇത് എക്സ് വൈ പ്ലെയിനിൽ എന്താ നമുക്ക് കിട്ടുന്നത്? ഒരു സർക്കിൾ ആണ് വിത്ത് റേഡിയസ് ബി ആൻഡ് സെന്റർ 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തെഴുതാം? ഇവിടെ നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതായിരിക്കും റീജിയൻ വരുന്നത്. ഓക്കെ, ഇത് ഈ കംപ്ലീറ്റ് പോർഷൻ ആണ് എന്ത് വരിക? റീജിയൻ വരിക. അപ്പോൾ നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? a of s is equal to root of 1 plus fx of whole square plus fy of whole square എന്ന് വരും അല്ലേ. അത് നമുക്ക് ആദ്യം f of xy അറിയണം. f of xy എന്ന് പറഞ്ഞാൽ എന്താണ്? z അല്ലേ. z ഇതിന് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നാ വരുന്നത് z സ്ക്വയർ അല്ലേ. അപ്പൊ നമുക്ക് z എന്ന് വരും റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, ദെൻ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? fx of xy, fx of xy എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലേ. അപ്പൊ എന്ത് വരും? റൂട്ട് എക്സ്, ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/2 റൂട്ട് എക്സ്, 1/2 റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു മൈനസ് 2x വരും. ഓക്കെ, മൈനസ് എക്സ് സ്ക്വയറിൽ മൈനസ് 2x. അപ്പോൾ ഈ 2 ക്യാൻസൽ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതൊരു മൈനസ് എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇതാണ് എന്ത് വരുന്നത്? എഫ് എക്സ് ഓഫ് എക്സ് വൈ. ഓക്കെ, അതുപോലെ എഫ് വൈ ഓഫ് എക്സ് വൈ എന്ത് വരും? എഫ് വൈ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ വരും എന്ത് വരും? മൈനസ് വൈ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് വരും. പിന്നെ നമുക്ക് എഫ് എക്സും കിട്ടി, എഫ് വൈയും കാണിക്കും. അപ്പോൾ എഫ് വൈയും കിട്ടി അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം? തീറ്റ ഇവിടെ പോളാർ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും സുഖം, കാരണം നമുക്ക് സർക്കിൾ ആണ് അല്ലേ. അപ്പൊ സർക്കിളിന്റെ എന്താന്ന് കിട്ടി? സർക്കിളിന്റെ സെന്റർ 0യും അതുപോലെ തന്നെ റേഡിയസ് ബി ആണ്. അപ്പൊ തീറ്റ വാരീസ് ഫ്രം എങ്ങനെയാണെന്ന് കിട്ടും? തീറ്റ വാരീസ് ഫ്രം 0 to 2π, കാരണം സർക്കിൾ ആണ് അല്ലേ. പിന്നെ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആർ വാരീസ് ഫ്രം എങ്ങനെയാന്ന് കിട്ടും? ആർ വാരീസ് ഫ്രം 0 to b, ബി ആണ് റേഡിയസ് വരുന്നത് പറഞ്ഞു. അപ്പൊ നമുക്ക് 0 to b ആണെന്ന് കിട്ടും. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിനെയും പോളാർ കോർഡിനേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇന്റഗ്രേറ്റ് ചെയ്യാൻ അല്ലേ. എക്സ് വൈ ഇവിടെ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് എക്സിന് ആർ കോസ് തീറ്റ കൊടുക്കണം, വൈന് ആർ സൈൻ തീറ്റ കൊടുക്കണം, ദെൻ ആർ ഡി ആർ ഡി തീറ്റ, പിന്നെ ഈ ഡബിൾ ഇന്റഗ്രലിൽ ഈ ഒരു 2 ലിമിറ്റും കൊടുക്കാം. നമുക്ക് എ ഓഫ് എസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എ ഓഫ് എസ് എങ്ങനെ എഴുതാം? എ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സ് എന്തായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്? മൈനസ് എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് മൈനസ് വൈ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അല്ലേ. ഇത് ഹോൾ സ്ക്വയർ ഉണ്ടായിരിക്കും പ്ലസ് ഹോൾ സ്ക്വയർ ഡി എ എന്ന് വരും. ഓക്കെ, ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ റൂട്ട് ഓഫ്, ഇത് നമ്മൾ ചെയ്യുമ്പോൾ എവിടെ എന്ത് വരും? 1 പ്ലസ് ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ടാവും, എക്സ് സ്ക്വയർ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് മുകളിൽ ഒരു എ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ ഉണ്ടായിരിക്കും. അതായത് എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി എ എന്നാണ്. ഞാൻ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തതാണ്. ഇനി നമുക്ക് പോളാർ കോർഡിനേറ്റിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? എ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ആദ്യം എന്ത് വരും? 0 to 2π, then 0 to b a by root of a square minus x square minus y square അല്ലേ. ഇതിങ്ങനെ ചെയ്തത് എക്സിന് നമ്മൾ ആർ കോസ് തീറ്റ അതുപോലെ തന്നെ വൈന് ആർ സൈൻ തീറ്റ എന്ന് കൊടുക്കുക. അപ്പോൾ ഇത്രയും ടേമിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയെന്നുള്ളൂ. ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ളടത്ത് എന്ത് കൊടുക്കണം? നമ്മൾ ആർ കോസ് തീറ്റ ഹോൾ സ്ക്വയർ അല്ലേ. അതായത് ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ മൈനസ് ഇവിടെ എന്ത് വരും? ആർ സ്ക്വയർ
സൈൻ സ്ക്വയർ തീറ്റ. ആർ ഡി ആർ ഡി തീറ്റ എന്ന് വരും. ഡി എ തുള്ളിന് പകരം എന്ത് എഴുതുന്നത്? ആർ ഡി ആർ ഡി തീറ്റ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 pi ഇന്റഗ്രൽ 0 to b എഴുതാം a by root of a square minus r square r dr d theta. ഓക്കെ, ഞാൻ ഇവിടെ എങ്ങനെ എഴുതിയത്? ഇവിടെ ഒരു മൈനസ് ആർ സ്ക്വയർ നമുക്ക് ഔട്ട് സൈഡ് എടുത്താൽ എന്ത് വരും? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. അത് 1 ആയി പോകും അല്ലേ? അപ്പോൾ a സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ r dr d തീറ്റ എന്ന് വരും. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ആറിൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അതിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ ഒറ്റ വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിന് യു എന്തെങ്കിലും കൊടുക്കാം. അതായത് പുട്ട് യു ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. അപ്പൊ നമുക്ക് ഇത് ഒറ്റ വേരിയബിളിലായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ മതി? പിന്നെ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അതുപോലെ ചെയ്യാം. ഇവിടെ എന്ത് കൊടുക്കാം? യു ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് വരും. അപ്പൊ ഡി യു എന്താ വരിക? ഡി യു ഇസ് ഈക്വൽ ടു മൈനസ് 2r dr എന്ന് വരും അല്ലേ? ദെൻ യു എ then r 0 ആകുമ്പോൾ u എന്താ വരിക? r ഈക്വൽ ടു 0 ആകുമ്പോൾ u ഈക്വൽ ടു ഇവിടെ എന്ത് വരും? a സ്ക്വയർ മൈനസ് 0 സ്ക്വയർ ദാറ്റ് ഈസ് a സ്ക്വയർ എന്ന് വരും അല്ലേ? then r ഈക്വൽ ടു b ആകുമ്പോൾ u എന്താ വരിക? a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് വരും. അപ്പോൾ ലിമിറ്റ് ചേഞ്ച് ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലേ? ഈക്വൽ ടു എന്ത് വരും? ഇന്റഗ്രൽ 0 to 2 pi ഇന്റഗ്രൽ ലിമിറ്റ് ചേഞ്ച് ചെയ്തു. ഇവിടെ r ന്റെ ലിമിറ്റ് ഇപ്പൊ എന്തിലേക്ക് മാറി? u യിലേക്ക് മാറി അല്ലേ? u എന്താ വരുന്നത്? a സ്ക്വയർ ടു a സ്ക്വയർ മൈനസ് b സ്ക്വയർ. a സ്ക്വയർ ടു a സ്ക്വയർ മൈനസ് b സ്ക്വയർ. a കോൺസ്റ്റന്റ് ആണ്. a നെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ എന്താ വരുന്നത്? 1 by റൂട്ട് യു. ഇതിനാണ് നമ്മൾ കൊടുത്തത് അല്ലേ? റൂട്ട് യു ആർ ഡി ആർ ഡി തീറ്റ. ഇവിടെ ഒരു ആർ ഡി ആർ ഉണ്ട്. ആർ ഡി ആറിന്റെ പകരം എന്ത് കൊടുക്കാം? നമുക്ക് ഡി യു എന്ന് കൊടുക്കാം. അപ്പൊ ഒരു -2 ഉണ്ടായിരിക്കില്ലേ? അപ്പൊ അതുകൊണ്ട് വരുമ്പോൾ എന്ത് വരും? ബൈ 2 എന്ന്. അതായത് -2 എന്ന് വരും ഇവിടെ. ഓക്കെ, ഡി യു ഡി തീറ്റ എന്ന് വരും. ക്ലിയർ? ഇത് നമുക്ക് എന്ത് എഴുതാം? ആർ ഡി ആർ ഇസ് ഈക്വൽ ടു ഡി യു ബൈ -2 എന്ന് എഴുതാം അല്ലേ? ആ -2 ഞാൻ ഔട്ട് സൈഡ് എടുത്തുന്നുള്ളൂ. ഈക്വൽ ടു മൈനസ് എ ബൈ 2 ഇൻറ്റു. ഇനി എന്ത് ചെയ്യാം? യുവിൽ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ 0 to 2 pi. ആദ്യം യുവിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 by റൂട്ട് യു അല്ലേ? അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 by റൂട്ട് യു എന്ന് പറഞ്ഞാൽ എന്താണ്? യു റേസ് ടു മൈനസ് 1/2 എന്നാണ് അല്ലേ? യു റേസ് ടു മൈനസ് 1/2 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? യു റേസ് ടു മൈനസ് 1/2 പ്ലസ് 1 ഡിവൈഡ് ബൈ മൈനസ് 1/2 പ്ലസ് 1 ദാറ്റ് ഈസ് യു റേസ് ടു 1/2 ബൈ 1/2 എന്ന് വരും. a സ്ക്വയർ മൈനസ് b സ്ക്വയർ d തീറ്റ എന്ന് വരും. ക്ലിയർ? ഈക്വൽ ടു ഇവിടെ മൈനസ് a ബൈ 2 ഇൻറ്റു ഇവിടെ 1/2 ഉണ്ട് അല്ലേ? അത് നമുക്ക് ഇവിടെ വരുമ്പോൾ 2 ആയിട്ട് മാറും. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. മൈനസ് a ബൈ ഇന്റഗ്രൽ 0 to 2 pi എന്ത് വരും? യു റേസ് ടു 1/2. അതായത് യു റേസ് ടു 1/2 എന്നുള്ളത് നമുക്ക് ഇനി റൂട്ട് യു എന്ന് എഴുതാം. ഓക്കെ, റൂട്ട് യു a സ്ക്വയർ മൈനസ് b സ്ക്വയർ d തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ എന്തൊരു? -0 ഇന്റഗ്രൽ 0 to 2 pi റൂട്ട് ഓഫ് ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? a സ്ക്വയർ മൈനസ് b സ്ക്വയർ മൈനസ് എന്തുണ്ടായിരിക്കും? റൂട്ട് a സ്ക്വയർ അല്ലേ? d തീറ്റ ഈക്വൽ ടു ഞാൻ ഈ മൈനസിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ a ഇൻറ്റു ഇന്റഗ്രൽ 0 to 2 pi a മൈനസ് റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് b സ്ക്വയർ d തീറ്റ എന്ന് വരും. ഓക്കെ, മൈനസിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എന്ത് ചെയ്യാം? അതാണ് കോൺസ്റ്റന്റ് ആണ്. ഇത് കോൺസ്റ്റന്റ് ആവുകൊണ്ട് നമുക്ക് ഇതിനെ ഔട്ട് സൈഡ് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു ഇതെന്ത് വരും? റൂട്ട് ഓഫ് a മൈനസ് റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് b സ്ക്വയർ അല്ലേ? ഇൻറ്റു ഇത് കോൺസ്റ്റന്റ് ആണ്. അതിന് ഔട്ട് സൈഡ് എടുത്തു. ഇന്റഗ്രൽ 0 to 2 pi d തീറ്റ എന്ന് വന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എന്താ പറയുക? തീറ്റ എന്ന് വരും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു ഇതിനെ ചെയ്യുമ്പോൾ തീറ്റ എന്ന് വരും. തീറ്റയ്ക്ക് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? 2 pi എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വരിക? 2 pi a ഇവിടെ ഒരു 2 pi കൂടെ എക്സ്ട്രാ വരും. 2 pi a ഇൻറ്റു a മൈനസ് റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് വരും. അപ്പൊ ഇതാണ് ആൻസർ വരുന്നത്. സ്ക്വയർ യൂണിറ്റ് ഏരിയ ആവുന്നതുകൊണ്ട് തന്നെ സ്ക്വയറിൽ പറയാം അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു സ്ഫിയർ ആയിരുന്നു തന്നിരുന്നത് അല്ലെ? സ്ഫിയറും അതുപോലെ തന്നെ ഒരു സിലിണ്ടറും ആയിരുന്നു. ആ സിലിണ്ടറിൽ നിന്ന് നമ്മൾ XY പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് എന്തായിട്ട് മാറി? ഒരു സർക്കിൾ ആയിട്ട് മാറി അല്ലേ? അപ്പൊ നമ്മൾ ആ സർക്കിളിനെ എന്ത് ചെയ്തു? പിന്നെ ആ സർക്കിളിന്റെ